വായിക്കുന്നു മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു. ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു. യാക്കോബ് യഹൂദയെയും അവൻ്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു. യഹൂദ താമാരിൽ പാരസിനെയും സാരഹിനെയും ജനിപ്പിച്ചു. പാരസ് ഹെസ്രോനെ ജനിപ്പിച്ചു. ഹെസ്രോൻ അരാമിനെ ജനിപ്പിച്ചു. അരാം അമ്മീനാദാബിനെ ജനിപ്പിച്ചു. അമ്മീനാദാബ് നഹശോനെ ജനിപ്പിച്ചു. നഹശോൻ ശൽമോനെ ജനിപ്പിച്ചു. ശൽമോൻ രാഹാബിൽ ബോബസിനെ ജനിപ്പിച്ചു. ബോബസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു. ഓബേദ് ഇശായിയെ ജനിപ്പിച്ചു. ഇശായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു. ദാവീദ് ഊരിയാവിൻ്റെ ഭാര്യയായിരുന്നവളിൽ ശലോമോനെ ജനിപ്പിച്ചു. ശലോമോൻ രഹബ്യാവെ ജനിപ്പിച്ചു. രഹബ്യാം അബിയാവെ ജനിപ്പിച്ചു. അബിയാബ് ആസയെ ജനിപ്പിച്ചു. ആസ യോശാഫാത്തിനെ ജനിപ്പിച്ചു. യോശാഫാത്ത് യോരാമിനെ ജനിപ്പിച്ചു. യോരാം ഉസിയാവെ ജനിപ്പിച്ചു. ഉസിയാവ് യോധാമിനെ ജനിപ്പിച്ചു. യോധാം ആഹാസിനെ ജനിപ്പിച്ചു. ആഹാസ് ഹിസ്കിയാവെ ജനിപ്പിച്ചു. ഹിസ്കിയാവ് മനശ്ശയെ ജനിപ്പിച്ചു. മനശ്ശെ ആമോസിനെ ജനിപ്പിച്ചു. ആമോസ് യൂഷിയാവെ ജനിപ്പിച്ചു. യൂഷിയാവ് യൊഖന്യാവെയും അവൻ്റെ സഹോദരന്മാരെയും ബാബേൽ പ്രവാസകാലത്ത് ജനിപ്പിച്ചു. ബാബേൽ പ്രവാസം കഴിഞ്ഞിട്ട് യൊഖന്യാവ് ശെയൽത്തിയേലിനെ ജനിപ്പിച്ചു. ശെയൽത്തിയേൽ സെരുബാബേലിനെ ജനിപ്പിച്ചു. സെരുബാബേൽ അബിഹൂദിനെ ജനിപ്പിച്ചു. അബിഹൂദ് എല്യാക്കീമിനെ ജനിപ്പിച്ചു. എല്യാക്കീം ആസോറിനെ ജനിപ്പിച്ചു. ആസോർ സാദോക്കിനെ ജനിപ്പിച്ചു. സാദോക്ക് ആഖീമിനെ ജനിപ്പിച്ചു. ആഖീം എലിഹൂദിനെ ജനിപ്പിച്ചു. എലിഹൂദ് ഏലിയാസറെ ജനിപ്പിച്ചു. ഏലിയാസർ മദ്ദാനെ ജനിപ്പിച്ചു. മദ്ദാൻ യാക്കോബിനെ ജനിപ്പിച്ചു. യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസെഫിനെ ജനിപ്പിച്ചു. അവളിൽ നിന്ന് ക്രിസ്തു എന്നു പേരുള്ള യേശു ജനിച്ചു. ഇങ്ങനെ തലമുറകൾ ആകെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം 14 എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ജനനം യുവണ്ണമായിരുന്നു. അവൻ്റെ അമ്മയായ മറിയ യോസെഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ യോസെഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിൻ്റെ മകനായ യോസഫേ, നിൻ്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നു പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാവുവാൻ ഇതൊക്കെയും സംഭവിച്ചു. യോസെഫ് ഉറക്കമുണർന്നു. കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. ഭാര്യയെ ചേർത്തുകൊണ്ടു. മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. മകനവൻ യേശു എന്ന് പേർ വിളിച്ചു. ഇപ്പോൾ വായിച്ച ഈ വായന വേദഭാഗവും നമ്മുടെ ചോദ്യങ്ങളിൽ ഉണ്ടായിരിക്കും. എല്ലാവരും ശ്രദ്ധയോടെ വായിച്ച് പഠിക്കുക. ചോദ്യങ്ങൾക്ക് ഉത്തരം തരുവാൻ എല്ലാവരും റെഡിയാണെന്നറിയാം. എങ്കിലും ഒരിക്കൽ കൂടി എല്ലാവരും ശ്രദ്ധയോടെ വായിച്ച് പഠിക്കുവാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ചോദ്യങ്ങൾ ദൈവം അനുവദിച്ചാൽ 3-ാം തീയതി വൈകിട്ട് ചോദിക്കുന്നതായിരിക്കും. എല്ലാവരും ബൈബിൾ ക്വിസിനായി കാത്തിരിക്കുകയാണെന്നറിയാം. നിങ്ങളുടെ ശ്രദ്ധയെ ഈ ബൈബിൾ ക്വിസിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.